Hello students, welcome back to Aptics Academy. So in the Aptics വന്നിരിക്കുന്നത് Sreenarayana Guru Open Universityയുടെ സെമസ്റ്റർ 1ലുള്ള ഒരു പേപ്പറുമായിട്ടാണ്. And the name is English for Communication Ability Enhancement course ആണ്. So ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1ൽ യൂണിറ്റ് 1 ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. നമുക്ക് ബ്ലോക്ക് 1ൽ 4 യൂണിറ്റുകളാണ് മൊത്തം വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇത്രയാണ് ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു യൂണിറ്റ് ആണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ വരുന്ന കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, forms of verbal communication, elements of non-verbal communication, language, features of human language, language features and origin. ഇത്രയുമാണ്. സോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഐ ഹാവ് എ റിക്വസ്റ്റ് ടു യു, ലൈക്ക് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക്, ഒരു റഫ് ബുക്കോ എന്തോ ആയിക്കോട്ടെ അത് കയ്യിൽ കീപ്പ് ചെയ്യുക. ബിക്കോസ് യു ഹാവ് ടു കമ്പയർ ദ PDF ആസ് വെൽ ആസ് നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് PDF ഉൾക്കൊള്ളിക്കുന്ന ടോപ്പിക്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ യൂണിറ്റിൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാണാം. അതൊക്കെ ഒന്ന് ഈ യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് യൂണിറ്റ് പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. സോ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ടൊന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ എന്താണ് വരുന്നത്? കമ്മ്യൂണിക്കേഷൻ ടൈം ലൈൻ ആണ് അല്ലേ. ഒരു പിക്ചർ അവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെന്താ കാണിക്കുന്നത്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ടൈം ലൈൻ ആണ്. ലൈക്ക് എവിടെ നിന്ന് തുടങ്ങി ഇപ്പം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചാർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം സ്മോക്ക് സിഗ്നൽസ് ആയിരുന്നു. നമുക്കറിയാം നൊമാഡിക് ടൈമിലൊക്കെ ആളുകൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? കത്തിക്കൂ അല്ലേ. സംഭവങ്ങൾ കാട്ടിലൊക്കെ തീയൊക്കെ കത്തിക്കുന്ന സമയത്ത് അവിടെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സ്മോക്ക് വരുന്നുണ്ട്, അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് PGN, നമുക്ക് മെസ്സേജൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ PGN യൂസ് ചെയ്തു. പിന്നീട് മോഴ്സ് കോഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തുടങ്ങി. വയർലെസ് റേഡിയോസ് വന്നു. പിന്നീട് ടെലിഫോൺ വന്നു. ഫാക്സ്, നമുക്കറിയാം ഫാക്സ് പ്രിൻ്റ് ചെയ്ത് ഈ ഒരു സ്ഥലത്തുള്ള കാര്യമാണെന്ന് മറ്റൊരു സ്ഥലത്ത് ഫാക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നീട് ടെലിഫോൺ വന്നു, ഇൻ്റർനെറ്റ് വന്നു, ഇമെയിൽ വന്നു, ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് വന്നു. ഇനി എന്താണ്, വാട്ട് നെക്സ്റ്റ് എന്നാണ് ഉള്ളത്. അത്രയ്ക്കും നമ്മുടെ ടെക്നോളജീസ് പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്ത സമയത്ത് എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ടു യൂസ് മോർ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ. ബിക്കോസ് നമ്മൾ എക്സാം ഇംഗ്ലീഷിൽ എഴുതുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ ട്രൈ ടു യൂസ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, so here you can see prehistoric humans likely relied on a combination of grunts, gestures and facial expressions to convey basic needs and emotion. അപ്പോൾ പ്രീഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹ്യൂമൻ ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? അവരുടെ ഇമോഷൻ, അവരുടെ ആവശ്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസും ജസ്റ്റേഴ്സും ഗ്രണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രീ റിക്വസൈറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. കുറച്ച് മുൻപേ ഉള്ള ഒരു ഹിസ്റ്ററി, ഒരു ചരിത്രം കൂടെയാണ് അവിടെ പറയുന്നത്. സോ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഇസ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ. So before going to human communication, let us know what is a communication. എന്താണ് communication? As we have experienced, it is basically the process of sharing information. അതെന്താണ്? നമ്മൾ ഇൻഫർമേഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന പ്രൈമറി ടൂളാണ് ലാംഗ്വേജ്. ബട്ട് ലാംഗ്വേജ് മാത്രമല്ല പ്രൈമറി ടൂളായിട്ട് വരുന്നത്, ലാംഗ്വേജ് ഇല്ലാതെയും കമ്മ്യൂണിക്കേഷൻ നടക്കാം. അങ്ങനെയുള്ള 2 മോഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വേർബൽ ആൻഡ് നോൺ വേർബൽ. നിങ്ങൾ കാണുന്നില്ല, ഒരു ചാർട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വേർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേർഡ്സ് യൂസ് ചെയ്തിട്ട് അതിൽ 2 ടൈപ്സ് വരുന്നുണ്ട്. സ്പോക്കണും വരുന്നുണ്ട്, റിട്ടണും വരുന്നുണ്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ?
ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ത്രൂ നോൺ ലിംഗ്വിസ്റ്റിക് മീൻസ്. അതായത് ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടുള്ള, അതായത് ലാംഗ്വേജ് യൂസ് ചെയ്യാതെ ഒരു കാര്യം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. എന്നാൽ ബൈ യൂസിങ് വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. You can see two images. In the first image you can see ഒരു മേലെ കണ്ടോ രണ്ട് കമ്മ്യൂണിക്കേഷൻ ബോക്സുകൾ കൊടുത്തത് കണ്ടോ? അതെന്താണ്? സംസാരത്തിലൂടെയാണ് അവർ കാര്യങ്ങൾ കൈമാറുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നോക്കിക്കേ, അവിടെ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, കൈ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും സംസാരിക്കുന്നില്ല, കൈ കൊടുക്കുകയാണ്. ഇതൊരു തരത്തിലുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഒന്നുകിൽ ഡിസ്കഷൻ ബിഗിൻ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിച്ചതിൻ്റെ സിമ്പിളായിട്ട് കൈ കൊടുക്കുന്നതായിരിക്കാം. ഇനി ഈ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഇൻഫോർമലും ഫോർമൽ വേയും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചാൽ മതി. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജീനയും അമ്മയും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ. ജീന ഈസ് ആസ്കിങ് ടു ഹർ മോം ടുമോറോ ഐ ഹാവ് എ മീറ്റിംഗ് ഇൻ ദ മോർണിംഗ്. എനിക്ക് നാളെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, വെൻ വിൽ യു ലീവ് ഫോർ ഓഫീസ്? നീ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? അറ്റ് 8. കെൻ യു പ്ലീസ് ഗിവ് me breakfast at 7:30. 8 മണിക്കാണ് പോകുന്നത്, 7:30 എനിക്ക് ഭക്ഷണം തരാമോ? ഷ്യൂർ, ഐ വിൽ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജീന അമ്മയടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അമ്മ തിരിച്ച് ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അവസാനിക്കുന്ന സമയത്ത് ഈ ജീന സംസാരിക്കുന്നതിനൊക്കെ ഉത്തരം കൊടുക്കുന്നതിന് പകരം അമ്മയ്ക്ക് തലയാട്ടിക്കഴിഞ്ഞാൽ, ജസ്റ്റ് നോഡ് ചെയ്ത് കഴിഞ്ഞാൽ, യെസ് എന്നുള്ളതിന് പകരം തലയാട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? വാക്കുകൾ വരുന്നില്ല, പകരം തലയാട്ടലാണ്. അതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അവിടെ വെർബലും നോൺ വെർബലും അറ്റ് എ ടൈം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടേക്ക് നോക്കിക്കേ, 4 ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, എക്സ്ട്രാപേഴ്സണൽ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇൻട്രാപേഴ്സണൽ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ഓൾ ഓഫ് us communicate with ourselves through thoughts and interior monologues അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ, ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമല്ലേ? നമ്മളിങ്ങനെ വെറുതെ ഒക്കെ നിൽക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ കൂടെ പോയി, അതൊരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മളൊരു കമൻ്റ് അടിക്കും. പക്ഷേ അതെങ്ങനെയല്ല, പുറത്തേക്ക് വരില്ല. നമ്മുടെ മനസ്സിൽ ഓ എന്ത് ഭംഗിയാലെ ആളെ കാണാൻ, ഓ ഷീ സോ ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിൽ വരും. ഇതൊരു ടൈപ്പ് ഓഫ് ഇൻട്രാപേഴ്സണൽ ആണ്. ലൈക്ക് നമ്മളോട് തന്നെ സംസാരിക്കുന്നത്, അല്ലെ മോണോലോഗ്. എന്താണ് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ തന്നെ ഒരു ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനെയാണ് മോണോലോഗ് എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് ചിലപ്പം വന്നെന്ന് വരില്ല, നമ്മൾ അകത്ത് തന്നെ സംസാരിക്കുന്നതായിരിക്കും. ഇതിനെയാണ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നത്. ഇവിടെ സെൻഡർ ആയാലും റിസീവർ ആയാലും സെയിം പേഴ്സണാണ്. ഓക്കെ, ഞാൻ തന്നെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, എനിക്ക് തന്നെ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ സെൻഡർ ആൻഡ് റിസീവർ സെയിം പേഴ്സൺ ആണ്. ഇതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനൊരു ഇമേജ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബുക്കിനകത്ത് ഒരു പേജ് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, വാട്ട് ഷുഡ് ഐ ഹാവ് ഫോർ ഡിന്നർ? ഇന്ന് ഡിന്നർ ഞാനിപ്പോൾ എന്താ കഴിക്കുക എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള സംസാരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നോക്കിക്കേ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. എവറി ഡേ വി ഓൾസോ ടോക്ക് ടു യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദീസ് കോൺവെർസേഷൻ ഇൻക്ലൂഡ് 2 or more പീപ്പിൾ. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും സംസാരിക്കാറുണ്ട്. ഇവിടെ 2 or 3 ആളുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദിസ് പാർട്ടിസിപ്പൻറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മോഡ് ഇസ് കോൾഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയുള്ള പാർട്ടിസിപ്പൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർപേഴ്സണൽ. ഞാനും മറ്റൊരാളും തമ്മിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ടിസിപ്പൻറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മോഡാണ്. ഇതിനെയാണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി എക്സ്ട്രാ പേഴ്സണൽ എന്താണ്? We communicate with humans and non-human beings. When we reach home, our pets may come running to us to show affection. We stroke them and talk to them. In this context, touch and the sounds we produce are part of a unique kind of communication, and this is called
എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ പെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പൂച്ചയോ നായയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് ഓടി വരും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, ഒരു ടൈപ്പ് ഓഫ് അഫെക്ഷൻ കാണിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സംസാരത്തിലൂടെ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള അഫെക്ഷൻ നമ്മൾ കാണിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവസാനത്തേത് നോക്കുക, മാസ് കമ്മ്യൂണിക്കേഷനാണ്. മാസ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് വരുന്നത്? കമ്മ്യൂണിക്കേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഈവൻ വെൻ ദ സെൻറ്റർ ആൻഡ് ദ റിസീവർ ആർ സെപ്പറേറ്റഡ് ബൈ ദ സ്പേസ് ആൻഡ് ടൈം. ഇവിടെയൊക്കെ നമ്മുടെ സെൻറ്ററും റിസീവറും അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവിടെ സ്പേസ് ആൻഡ് ടൈം മൂലം ഇതിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സ്പേസ് എന്ന് പറയുന്ന സമയത്ത്, ഞാൻ പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന ആൾ എൻ്റെ അടുത്തായിരിക്കില്ല ഉണ്ടാവുന്നത്. ആൻഡ് ടൈം എന്ന് പറയുമ്പോഴോ, ഇപ്പം നമ്മൾ TV, മാഗസിൻ, സോഷ്യൽ മീഡിയ, ന്യൂസ് പേപ്പേഴ്സ് ഇതൊക്കെ വായിക്കുന്ന സമയത്ത് പത്രം അച്ചടിച്ച അതേ സ്പോട്ടിലാണോ നമുക്കത് കിട്ടുന്നത്? അല്ല. നമുക്ക് പത്രം അച്ചടിച്ച് ഒരു പുലച്ചയ്ക്ക് 2 മണിക്കോ 3 മണിക്കോ അച്ചടിച്ച സാധനം നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ രാവിലെ 7 മണി 8 മണിയായി കാണും അല്ലേ. അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് സാധനം കിട്ടുന്ന സമയത്ത് ടൈം വെച്ചിട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ലേ? പക്ഷേ അന്നത്തെ ഒരു മെയിൻ കാര്യങ്ങളല്ല അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതേ രീതിയിലാണ് TV-യിൽ ഒരു സാധനം ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് റിയാലിറ്റി ഷോസ് ഒക്കെ കാണുന്ന സമയത്ത് അത് സ്പോട്ടിൽ അവിടെ നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് വി കോൾ മാസ് കമ്മ്യൂണിക്കേഷൻ. സോ here we discussed about intrapersonal communication, that is communication through thoughts and interior monologues, and it is also called self communication. Next we discussed about interpersonal communication. Here we talk to our family and friends, and ഇവിടെ 2 or more people ഉണ്ടായിരിക്കാം. ഓക്കെ, സെൻറ്ററും റിസീവറും വേറെ വേറെ ആളുകളാണ്. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഒരു ഹ്യൂമണും മറ്റൊരു നോൺ ഹ്യൂമൺ ആയിട്ടുള്ള ഒരു ബീയിങ്ങും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇവിടെ ടൈമും സ്പേസും സെപ്പറേറ്റ് ചെയ്തിരിക്കും സെൻറ്ററും റിസീവറും തമ്മിൽ. സോ ദീസ് ആർ കോൾഡ് 4 types ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളതും ഡിസ്കസ് ചെയ്തു. ഇതിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കതും കൂടെ ഒന്ന് നോക്കാം. Verbal communication can be classified in many other ways too. Forms of direct communication like face-to-face or telephonic communication can be classified as oral communication. നമ്മൾ ഫേസ് ടു ഫേസോ അല്ലെങ്കിൽ ടെലിഫോണിക്കോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ, നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലേ, അങ്ങനെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. Another form of verbal communication is written form. മറ്റൊരു ഫോം എന്ന് പറയുന്നത് എന്താണ്? റിട്ടൺ ഫോമാണ്. റിട്ടൺ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കത്തിലൂടെയൊക്കെ കാര്യങ്ങൾ പറയാറില്ലേ. ഈ കാലത്ത് അധികം ഉണ്ടാകാറില്ല. നമ്മൾ വെറുതെ മാത്രമേ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ കത്തെഴുതാറുള്ളൂ അല്ലെ, പഴമയിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് കത്തെഴുതുക എന്നല്ലാതെ ഇപ്പം നമുക്കതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പണ്ട് കാര്യങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെറ്റർ ത്രൂ എഴുതുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. സോ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനും വരുന്നത് വേർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിലാണ്. അതുപോലെ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരുന്നുണ്ട്. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീൻ്റെ അടുത്തും ഒക്കെ ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഒക്കെ ഷെയർ ചെയ്യാറില്ലേ. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതായത് ത്രൂ വീഡിയോസ്, പിക്ചേഴ്സ് അല്ലെങ്കിൽ ഓഡിയോസ്, ഇതിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ കൈമാറുന്നതിനെയാണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലോട്ട് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് കാണാം അല്ലേ. ഐ കോണ്ടാക്ട്, ജസ്റ്റേഴ്സ്, പേഴ്സണൽ സ്പേസ്, പോസ്റ്റർ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫിസിക്കൽ കോണ്ടാക്ട്. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ പറയുന്നത് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി പോസ്റ്റർ, ടോൺ ഓഫ് വോയിസ് ആണ്. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ പോയിൻറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, so non-verbal communication takes place when we communicate information without relying on written or spoken language. റിട്ടണോ അല്ലെങ്കിൽ സ്പോക്കണോ ആയിട്ടുള്ള ലാംഗ്വേജിൽ റിലൈ ചെയ്യാതെ നമ്മൾ കാര്യത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ബേബീസിൻ്റെയൊക്കെ ബാബിൾസ് നമ്മൾ കേൾക്കാറില്ലേ. ഇത് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്സ്, ബോഡി, ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് ക്യൂ ആയിട്ട് വരുന്ന, ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷനൊക്കെ ക്യൂ ആയിട്ട് വരുന്ന സംഭവമാണെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് ക്യൂ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്?
മീംസ്, ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നമ്മളൊരു ലോങ് പാരഗ്രാഫ് നമുക്ക് അയച്ചു എന്ന് വിചാരിച്ചോ, അപ്പോൾ അത് വലിയൊരു കോമഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊന്നും ചിരിച്ചുണ്ടാക്കാനോ ഓടിയൊന്നും അയച്ച് എടങ്ങറാവാൻ നമുക്ക് പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു ഇമോജിയിൽ അതങ്ങ് ഒതുക്കും അല്ലേ? ഒരു പൊട്ടിച്ചിരിക്കണ ഇമോജിയിൽ അങ്ങ് നമ്മൾ ഒതുക്കും. സോ ഈ ഇമോജി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ, പ്രത്യേകിച്ചും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ക്യൂ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക കേട്ടോ. ഇനി ഈ ഓരോ പോയിൻറ്റ്സും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഐ കോണ്ടാക്റ്റ് എന്താണ്? ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഐ കോണ്ടാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഭാഷയുണ്ട്, നമ്മുടെ ബോഡിക്ക് കീപ്പ് ചെയ്യുന്ന ഒരു ഭാഷ. അപ്പോൾ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ദൂരെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ദൂരെ നിൽക്കുകയാണ്, നമ്മുടെ ഫ്രണ്ട് കുറച്ചപ്പുറം, ഇപ്പം നമ്മുടെ ഇടയിൽ ഒരു റോഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പങ്കാളിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കെ വിളിച്ച് പറയുമോ? ഇല്ല. പകരം നമ്മൾ വിൽ ഷോ സം ജസ്റ്റേഴ്സ് ലൈക്ക് ഇപ്പോൾ തംസപ്പ്. ഇതൊരു ടൈപ്പ് ഓഫ് എംബ്ലമാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ കൈകൊണ്ട് കാണിക്കും. എംബ്ലം അല്ലാതെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കില്ല, ഓക്കെ ആണ് എല്ലാം സെറ്റാണെന്നുള്ള രീതിയിലൊക്കെ കൈകൊണ്ട് കാണിക്കൂലേ, ഇതൊരു ടൈപ്പ് ഓഫ് ജസ്റ്ററാണ്. അല്ലെങ്കിൽ സൂപ്പർ, ഒരാളുടെ സൂപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പോയിൻറ്റ് ഫിംഗറും തം ഫിംഗറും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ബാക്കി 3 വിരലും നമ്മൾ ഉയർത്തി പിടിക്കും അല്ലേ, ഇതൊരു ടൈപ്പ് ഓഫ് ജസ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാണിക്കുന്നതിനാണ് ജസ്റ്റേഴ്സ് എന്ന് പറയുക. പേഴ്സണൽ സ്പേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഞാനും എൻ്റെ ചങ്കും സംസാരിക്കുന്ന പോലെയാണോ ഞാനും എൻ്റെ ടീച്ചറും സംസാരിക്കുന്നത്? അല്ല. വിൽ കീപ് സം കൈൻഡ് ഓഫ് ഡിഫറൻസ്, അല്ലേ, ഡിഫറൻസ് ഇൻ സ്പേസ് അല്ലേ, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പ്രോക്സിമിറ്റീസ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കും, ചിലപ്പോൾ നമ്മൾ കുറച്ച് വിട്ട് നിന്ന് സംസാരിക്കും. ഇനി പോസ്ചർ നമ്മൾ ബോഡി കീപ്പ് ചെയ്യുന്ന പൊസിഷനെയാണ് പോസ്ചർ എന്ന് പറയുക. നമ്മൾ ഒരു ടീച്ചർ സംസാരിക്കുന്ന പോസ്ചറിലായിരിക്കില്ല കുട്ടികൾ സംസാരിക്കും, കുറച്ചും കൂടെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖം കൊണ്ട് കാണിക്കുന്ന ഗോഷ്ടികൾ. മിക്കവാറും സമയത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നമുക്ക് വഴക്ക് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലേ? ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചീത്ത കേട്ടിട്ടുണ്ടാവില്ലേ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓരോന്ന് കാണിക്കുന്നത് കാരണം? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ഗോഷ്ടിയാണോ താൻ കാണിക്കുന്നതെന്ന് പല ടീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ മുഖം കൊണ്ട് കാണിക്കുന്ന, നമ്മുടെ അപ്പുറത്തിരിക്കുന്ന, അപ്പം നമ്മൾ ക്ലാസ് റൂമിൽ 2 ഭാഗത്താണ് നമ്മുടെ ഫ്രണ്ട്സ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മുഖം കൊണ്ട് കുറച്ച് ആക്ഷൻസ് കാണിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻറ്റീനിൽ പോയാലോ എന്നുള്ളത് മുഖം കൊണ്ട് കാണിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് കാണിക്കുന്ന എക്സ്പ്രഷനെയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ്, നമ്മൾ ടച്ച് ചെയ്യാണ്ടിരിക്കുന്നതും ഒക്കെ നമ്മളുടെ കംഫർട്ട് സോണിനനുസരിച്ചുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ കൈനസിക്സ് എന്നും പറയുന്ന ടച്ച്, മൂവ്മെൻറ്റ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, കൈനസിക്സ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. തംസപ്പിൻ്റെ ഒരു ഇമോജി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എവറിത്തിങ് ഈസ് ഗുഡ് അല്ലെങ്കിൽ വെൽ ഡൺ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തംസപ്പ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് എംബ്ലംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അവർ ഡേ ടു ഡേ ലൈഫിൽ. സോ ദീസ് ഓൾ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് യു ക്യാൻ ആസ്ക് ഇൻ ദ കോമൻറ്റ് സെഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ലാംഗ്വേജിനെ കുറിച്ച് കൂടുതൽ പറയണ്ട എന്ന് വിചാരിക്കുന്നു, ബിക്കോസ് യു ഓൾറെഡി നോ ദാറ്റ് അല്ലേ. ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം, നമ്മുടെ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജിനെ പറ്റിയിട്ട് കൂടുതൽ പറയണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ബട്ട് സ്റ്റിൽ യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ലാംഗ്വേജിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. 4 ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റീവ്, ആർബിട്രറിനെസ്, റിഫ്ലെക്സിവിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റത്തേതാണ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജ് ഇസ് ക്രിയേറ്റീവ്. The utterances and combinations possible human language are infinite. Animal communication in comparison is far limited. നമ്മൾ ക്രിയേറ്റീവാണ്. ഹ്യൂമൻ ലാംഗ്വേജ് ഒരു ദിവസം കൊണ്ട് എന്താവുന്നില്ല, കഴിയുന്നില്ല. ഓരോ അട്ടറൻസസും കോമ്പിനേഷൻസും ഒക്കെ ഹ്യൂമൻ ലാംഗ്വേജിൽ പോസിബിളാണ്. ഇൻഫൈനൈറ്റ് ആണ്, അതായത് ഒരിക്കലും തീരുന്നില്ല. ഇന്ന് നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ആ വാക്കിലേക്ക്, ലാംഗ്വേജിലേക്ക് പുതിയൊരു സാധനം നമുക്ക് ആഡ് ചെയ്യാം. അല്ലാതെ ഇന്നുകൊണ്ട് ലാംഗ്വേജിൽ ഫിക്സഡ്നെസ് ഇല്ല. അതെപ്പോഴും നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ലാംഗ്വേജസ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. ആനിമൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ പൂച്ച മ്യാവെന്ന് വെച്ചിട്ടുള്ളൊരു സാധനം വെച്ച് അതിന് എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനിപ്പോൾ ഭാവി കാര്യങ്ങൾ,
ഒക്കെ ഡിസ്കസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ചിലപ്പം സാധിക്കുന്നുണ്ടാകാം, ബട്ട് ഇൻ ദ സെൻസ് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ക്രിയേഷൻസും കാര്യങ്ങളൊന്നും അതിൽ പോസിബിൾ അല്ല. അതൊക്കെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവാണ്. ദ കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ദാറ്റ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഇസ് ഫ്യൂവർ. ദേ ആർ ഓൾസോ ലിമിറ്റഡ് ടു കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ബേസിക് നെസസിറ്റീസ് ലൈക്ക് അവർക്ക് ഫുഡിനെ പറ്റി, ഷെൽട്ടറിനെ പറ്റിയിട്ട്, പെട്ടെന്നുണ്ടാകുന്ന ഡേഞ്ചറിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ സംസാരിക്കുക. അല്ലാതെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും അവർക്ക് അധികം സംസാരിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ലാംഗ്വേജ് ക്രിയേറ്റീവ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസൻറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാം. നെക്സ്റ്റ് വൺ എന്താണ്? ആർബിട്രറിനെസ് ആണ്. Another unique quality of human language is its arbitrariness. There appears to be no logical correlation between a word and the object or thought or feeling that word conveys. So ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PG ലെവലുള്ളൊരു സാധനമൊക്കെ വരുന്നുണ്ട്. സ്ട്രക്ചറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്ട്രക്ചറൽ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവങ്ങളുണ്ട്. പക്ഷേ ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരികയാണ്. ഇപ്പോൾ ഒരു വേർഡ് ട്രീ എന്ന് പറയുന്ന സമയത്ത് ആ വാക്കും ട്രീ എന്ന് പറഞ്ഞ ഇമേജുമായിട്ട് ഒരു ബന്ധവുമില്ല അല്ലേ? ശരിക്കത്തെ ട്രീ എന്ന് പറഞ്ഞ ഒരു വാക്കും അതിൻ്റെ ഇമേജുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരാൾ ട്രീ ആണ് മരത്തിന് പറയുന്നത്, ഓക്കെ, എന്നാൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ വേർഡും അത് കാണിക്കുന്ന ഫീലിങ്ങും തമ്മിലൊരു ബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ ദ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കൺസെപ്റ്റ് തന്നെ. ദ ട്രീ, ദ കോൺസെപ്റ്റ് ഓഫ് ട്രീ ഹാസ് നോ റിലേഷൻ ഈച്ച് അതർ. വെൻ യു ഹിയർ ദ വേർഡ് ട്രീ, ദ ഇമേജ് ഓഫ് എ ട്രീ കംസ് ടു യുവർ മൈൻഡ്, ബട്ട് ദ സെയിം ഇമേജ് ക്യാൻ ബി കൺവേഡ് യൂസിങ് എ വേർഡ് ഇൻ അനദർ ലാംഗ്വേജ് ലൈക്ക് മലയാളം ഓർ ഹിന്ദി. അല്ലേ? ഹിന്ദിയിൽ നമുക്ക് പേട് എന്ന് പറഞ്ഞിട്ട് ട്രീനെ പറയാം. അതുപോലെ തന്നെ മലയാളത്തിൽ ഹിന്ദിയിൽ പേടെന്ന് പറയാം, മലയാളത്തിൽ മരം എന്ന് പറയാം, ഇംഗ്ലീഷിൽ ട്രീ എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാം ഒരു മരത്തിനെ, ഒരു കോമൺ മരത്തിനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ ആ വേർഡും അത് സിഗ്നിഫൈ ചെയ്യുന്ന ഇമേജും തമ്മിൽ യഥാർത്ഥത്തിൽ ബന്ധമൊന്നുമില്ല. ഇതിനെയാണ് ആർബിട്രറി എന്ന് പറയുന്നത്. ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് ലിംഗ്വിസ്റ്റിക് ഫോം. അപ്പോൾ ഇതാണ് ആർബിട്രറി. സോ ക്രിയേറ്റീവ് എന്താണെന്ന് മനസ്സിലായി, ആർബിട്രറി എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വൺ ഇസ് റിഫ്ലെക്സിവിറ്റി. Human communication is also unique in its reflexivity. When a message is sent, the receiver processes it and responds to it, and this chain of communication can be sustained over time and space. അപ്പോൾ റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർക്ക് അത് പ്രോസസ്സ് ചെയ്ത് അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുന്നുണ്ട്. ടൈമും സ്പേസും വെച്ചിട്ട് ഇത് സസ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ത്രൂ ഇൻറ്ററാക്ഷൻസ് ലാംഗ്വേജ് ഓൾസോ ഡെവലപ്പ്. നമ്മൾ ഇൻറ്ററാക്ഷൻ ചെയ്യുന്നതിലൂടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർ ടൈം മീനിങ്സ് ചേഞ്ച് ആൻഡ് ദ വേ വേർഡ് ഫ്രേസസ് ആൻഡ് സൈൻസ് ആർ യൂസ്ഡ് ഇവോൾവ് സിഗ്നിഫിക്കൻ്റ്ലി. Reflexivity allows human language to develop and change over time. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലാങ് വേർഡ്സ് അല്ലെങ്കിൽ പൊളി, ജസ്റ്റ് ഈ ഒരു വേർഡ് പൊളി, മലയാളത്തിൽ നമ്മൾ പൊളിച്ച് എന്നൊക്കെ പറയുന്ന പൊളി എന്ന് പറഞ്ഞൊരു വാക്ക് പണ്ട് തല്ലിപ്പൊളി എന്ന് പറയാറില്ലേ? അതായത് അതൊരു പൊളി പടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊട്ടിയ പടമാണെന്നാണ് അർത്ഥം. ബട്ട് നൗ നമ്മളത് പൊളി എന്ന് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? പൊള്ളിപ്പടമാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും പുഷ്പ 2 കണ്ടോ? അതൊരു പൊള്ളിപ്പടമാണ്. കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടവർ പറയും അത് പൊള്ളിപ്പടമാണെന്ന്, ഇഷ്ടപ്പെടാത്തവർക്കും പൊള്ളിപ്പടമെന്ന് പറയാം. ഇങ്ങനെ പൊളിഞ്ഞ പടമാണെന്ന്, പൊളിച്ച പടമാണെന്ന്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കൊരു വേർഡിനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത് റിഫ്ലെക്സിവിറ്റി ഉള്ളതുകൊണ്ടാണ്. അതായത് കാലം മാറുന്നതിനനുസരിച്ച് അതിൽ ഡെവലപ്മെൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഇതും ഞാൻ നേരത്തെ ക്രിയേറ്റീവ് പറഞ്ഞ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അല്ലേ നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട്. വി ടോക്ക് അബൌട്ട് ഇമാജിനറി തിങ്സ് ദാറ്റ് ആർ നോൺ എക്സിസ്റ്റൻറ്റ്. ദിസ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് ദാറ്റ് അലൗസ് ഇറ്റ് ടു ഇവോക്ക് ഈവൻസ് ആൻഡ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ റിമൂവ്ഡ് ഇൻ ടൈം ഓർ സ്പേസ് ഇസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ലാംഗ്വേജ് നമുക്ക് പാസ്റ്റിനെ പറ്റിയിട്ടും പ്രസൻറ്റിനെ പറ്റിയിട്ടും ഫ്യൂച്ചറിനെ പറ്റിയിട്ടും പറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ബിയോണ്ട് ടൈമിനപ്പുറത്തേക്ക് നമുക്കതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ എക്സിസ്റ്റൻ്റ് അല്ലാത്ത, പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനും ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ ടൈമിനെയും സ്പേസിനെയും അനുസരിച്ച് ഒബ്ജക്റ്റുകൾ, ഇവൻറ്റുകളും റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഈ 4 പോയിൻറ്റ് നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.
അടുത്തതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇവിടെ 5 പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷന് നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റ്സിനെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ബൗ വൗ തിയറി, നെക്സ്റ്റ് വൺ ഇസ് ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി, യൊഹിഹോ തിയറി, ജസ്റ്റർ തിയറി. അടിപൊളിയായിട്ട് പഠിച്ച് നല്ല ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. കാരണം ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇഷ്ടം വരും, നിങ്ങളിത് ഒരിക്കലും മറക്കില്ല. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. കാരണം അതിൻ്റെ പേരുകൊണ്ട് തന്നെ, പേര് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ പഠിക്കുകയും ചെയ്യാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിക്കേ, ബൗ വൗ തിയറി. According to this theory, language began when our ancestors started imitating natural sounds around them. The first speech was onomatopoeic, marked by echoic words such as moo, mew, splash, cuckoo, and bang. Onomatopoeia എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വാക്കും അതിൻ്റെ സൗണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് ഒണോമറ്റോപ്പിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിങ് റിങ് എന്നുള്ള ശബ്ദങ്ങളില്ലേ, റിങ് റിങ് എന്നുള്ള ശബ്ദം നമ്മൾ ഫോം ബെല്ലടിക്കുന്നതിനാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ശബ്ദവും അങ്ങനെ തന്നെയാണ്, റിങ് റിങ് എന്നുള്ള ശബ്ദം തന്നെയാണ്. അതുപോലെ കുക്കു കൂ എന്നുള്ള ശബ്ദമാണ് കുക്കുയുടെ ശബ്ദം. സ്പ്ലാഷ്, വെള്ളമൊക്കെ തെറിക്കുന്ന സ്പ്ലാഷ് സ്പ്ലാഷ്, വെള്ളം തെറിക്കുന്നതിനൊക്കെ നമ്മൾ സ്പ്ലാഷ് എന്ന് പറയും. മിയാവ്, പൂച്ചയുടെ ശബ്ദവും അതിനെ പറയുന്ന പേരും മിയാവ് തന്നെയാണ്. അപ്പോൾ വാക്കിൻ്റെ സൗണ്ടിൽ നിന്നും വരുന്ന വേർഡുകൾക്കാണ് നമ്മൾ ബൗ വൗ തിയറി എന്ന് പറയുക. അപ്പം അങ്ങനെ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിരുന്നു എന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാറ്റ്ലിംഗ്, ഊസ്, ബസ്. ഇപ്പോൾ നമ്മൾ ബീൻ്റെ സൗണ്ട് ബസ്സിങ് സൗണ്ട് എന്നൊക്കെ പറയാറില്ലേ, ബസ്സിങ് സൗണ്ട്. അതുപോലെ എന്താണ് ഹിസ്സിങ് സൗണ്ട്, പാമ്പിൻ്റെ അതാണ് ഹിസ്സിങ് സൗണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും അതിൻ്റെ വേർഡും ഏകദേശം ഒരേ രീതിയിൽ വരുന്ന വാക്കുകൾ വരുന്ന തിയറിയാണ് ബൗ വൗ തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡിങ് ഡോങ് തിയറി. It is similar one to bow bow theory, which postulates that early man might have imitated the sound of nature and expressed them vocally by using sensory impressions like striking of bells, swaying of trees in winds, movements of rivers, etc. ഈ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് മാക്സ് മുള്ളറാണ്. സ്ട്രെസ്സസ് ഓൺ റിതം ഓഫ് നേച്ചർ വിച്ച് ക്രിയേറ്റഡ് എ സെൻസറി ഇംപ്രഷൻ ഓൺ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ബോവോ തിയറിനെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ സൗണ്ടിനെക്കാട്ടിലും കൂടുതൽ നേച്ചറിൻ്റെ സൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഓക്കെ, നാച്ചുറൽ സൗണ്ടുകൾ ഉണ്ടാവില്ലേ, അതായത് ട്രീ ഇങ്ങനെ ആടിയല്ലേ, സ്വേ ചെയ്യുക, അങ്ങനെയുള്ളതിന്. അതുപോലെ തന്നെ എന്താണ്, ബെല്ല് റിങ് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ മറ്റെന്താണ്, മൂവ്മെൻറ്റ് ഓഫ് വിൻഡ്, റിവേഴ്സ്. സോ ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് വേർഡുകൾ വരിക എന്നുള്ളതിനെയാണ് ഡിങ് ഡോങ് തിയറി. അങ്ങനെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് വേർഡുകൾ എന്ന് പറയുന്ന തിയറിയാണ് ഡിങ് ഡോങ് തിയറി. അപ്പം ബൗവോ തിയറിയും ഡിങ് ഡോങ് തിയറിയും ഏകദേശം സിമിലർ ആണ്. ബൗവോ തിയറി എന്ന് പറഞ്ഞാൽ ഒനോമറ്റോപ്പിയ എന്നുള്ള വേർഡ് തന്നെ നിങ്ങൾ അതിൽ യൂസ് ചെയ്യണം. ഡിങ് ഡോങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കീവേഡ് എന്താണ്, നാച്ചുറൽ സൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള തിയറി എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് പൂപ്പു തിയറി. എന്താണ് ഈ പൂപ്പു തിയറി? ഇറ്റ് മീൻസ് ടു മേക്ക് ഫൺ ഓഫ് സംതിങ് ഓർ സംവൺ. The speech utterances of man during pain, shock, excitement and pleasure can be traced by poo-poo theory. When we are happy, we use the word ha ha. അതായത് നമ്മൾ ഫൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെയോ ഫണ്ണാക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ വെച്ചിട്ട്, അവരുടെ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ഒറിജിനേറ്റ് ചെയ്ത ലാംഗ്വേജിനാണ് പൂപ്പു തിയറി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഭയങ്കര സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഹ ഹ ഹ ഹ എന്ന് പറയും അല്ലേ. അപ്പോൾ ആ ഹ ഹ ഹ എന്ന് പറയുന്നത് നമ്മളെ ഹാപ്പിനെസ്സിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വേദന പറ്റും, ഔച്ച് എന്നുള്ളതൊക്കെ നമ്മൾ പറയാം. ഔച്ച് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഔച്ച് എന്ന് പറയുന്നത് വേദനയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ പെയിനെ സൂചിപ്പിക്കാൻ ഔച്ച്, സന്തോഷത്തിനെ സൂചിപ്പിക്കാൻ ഹ ഹ. ഇനിയിപ്പോൾ നിങ്ങൾ എന്ന് ഹ ഹ ഹ എന്ന് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഹാപ്പിയാണ്. ഔച്ച് എന്ന് കേട്ടാൽ അത് വേദനയാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ തിയറി അത്രയങ്ങ് യൂണിവേഴ്സലി അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം പല ലാംഗ്വേജിലും പല രീതിയിലുമാണ് പറയുക. ഇപ്പോൾ ഓയ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ റഷ്യൻസ് പെയിന് യൂസ് ചെയ്യുന്നതാണ്. മറ്റാളുകൾ ഔച്ച് എന്ന് യൂസ് ചെയ്യുമ്പോൾ ഒരു ഓയ് എന്നാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ
നമുക്ക് അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റ് എക്സാമ്പിൾസാണ് ബൂം, ക്രാഷ്, ഓയിങ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പുപ്പു തിയറിക്ക് അത്ര അങ്ങോട്ട് യൂണിവേഴ്സലി ഒരു ആക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അടുത്തതാണ് യോഹി ഹോ തിയറി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഫാമേഴ്സ് ആൻഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദിയർ എഫേർട്ട്, അല്ലെങ്കിൽ ആ എഫേർട്ട് റെഡ്യൂസ് ചെയ്യാന്നല്ല, എഫേർട്ടിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പാട്ടൊക്കെ പാടും. അല്ലെങ്കിൽ മരമൊക്കെ കയറ്റുന്ന ആൾക്കാരുണ്ടാവും, മരമൊക്കെ കയറ്റി വലിക്കുന്ന ആളുകളൊക്കെ അവർ ഓ ഹൊയ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വുഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ രഥത്തിലൊക്കെ ഈ രാജാക്കന്മാരെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്താക്കും, ഓ ഹോയ് എന്ന് പറഞ്ഞു വരും. ആ ഒരു എഫേർട്ടിൻ്റെ ആ ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു എഫേർട്ടിൻ്റെ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകളാണ് ഈ യോഹിഹോ തിയറിയിൽ വരുന്നത്. അപ്പോൾ യോഹിഹോ തിയറി പ്രകാരം അവർ പറയുന്നത് ഇങ്ങനെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് അതൊരു ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുള്ളത് എന്നൊക്കെയാണ് യോഹിഹോ തിയറിക്കാർ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു തിയറിയാണ് ജെസ്ചർ തിയറി. എന്താണ് ജെസ്ചർ തിയറി? വെൻ വി സേ ഐ ആൻഡ് മീ, വി ഹാവ് ടെൻഡൻസി ടു പോയിൻറ്റ് ഫിംഗേഴ്സ് ടുവേർഡ്സ് us ആൻഡ് വി പോയിൻറ്റ് ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് വെൻ വി സേയിങ് യു. ഐ ആൻഡ് മീ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ നേരെ കാണിച്ച്, ഇപ്പം നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ ചോദിക്കും, ഫോർ എക്സാമ്പിൾ ഈ ഒരു സിനിമ എടുത്ത് നോക്കിക്കേ, നാഗവല്ലിയുടെ എനിക്കോ എന്ന് പറഞ്ഞൊരു ഡയലോഗില്ലേ. അപ്പോൾ എൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഐ എന്ന് പറയുമ്പോൾ. യു എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അവരുടെ നേരെ ചൂണ്ടും. A few theories says that our gestures and the movement of the tongue together can help us to utter new sounds and form words. നമ്മളുടെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ടങ്ങിൻ്റെ മൂവ്മെൻറ്റും തമ്മിൽ, നമ്മുടെ ജസ്റ്ററും നമ്മുടെ ടങ്ങിൻ്റെ മൂവ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ഇത് നമുക്ക് പുതിയ സൗണ്ടിനെയും വേർഡിനെയും ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കും. We know that in early days human beings communicated primarily through gestures and signs. Later it might have been replaced by lips, jaws and tongue. ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ ജസ്റ്റേഴ്സ് ഉപയോഗിച്ച്, നമ്മൾ ജസ്റ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ, കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ കാണിക്കുന്ന ആക്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ജസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നീടാണ് ലിപ്പ് ഉപയോഗിക്കുമ്പോഴും ജോ ഉപയോഗിക്കുമ്പോൾ ടങ്ങൊക്കെ ഉപയോഗിക്കുമ്പോൾ ശബ്ദം വരുന്നുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയത്. The book titled Human Speech by Sir Richard Paget gives reference to gesture theory. അപ്പോൾ ജസ്റ്റർ തിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളാരാണ്? റിച്ചാർഡ് പാഗറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ, ഈ ചാപ്റ്ററിൻ്റെ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10ഓളം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാം. അതിന് ആൻസേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതിൽ നോക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇത്രയും ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. And yeah, that's all about the chapter. I've used maximum English sentences and I've also explained it in Malayalam because most of the people are അത്ര അവെയർ അല്ല ഇംഗ്ലീഷിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് മലയാളം കൂടെ യൂസ് ചെയ്തത്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. സോ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ഹാവ് ടു ലേൺ ഇൻ ഇംഗ്ലീഷ്, യു ഹാവ് ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, യു ഹാവ് ടു റീഡ് ഇൻ ഇംഗ്ലീഷ്, യു ഹാവ് ടു സ്റ്റഡി ഇൻ ഇംഗ്ലീഷ്. എല്ലാം ഇംഗ്ലീഷിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.